സൂറത്ത് യാസീനിൽ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയ ചില ഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ, അത് വരാനുള്ളതും കഴിഞ്ഞുപോയതും ഒക്കെ പറഞ്ഞാൽ അതിനെയൊക്കെയും അവഗണിച്ചു തള്ളുന്ന ആളുകൾ. രണ്ടാമതായി ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം വന്നെത്തിയാൽ അതും കാണാതെ തിരിഞ്ഞുകളയുന്ന ആളുകൾ. മൂന്നാമത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വെച്ചത് സാധുക്കളായ ആളുകളെ സഹായിക്കുകയോ സദഖ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന വിഷയം പറയുമ്പോൾ അതിനെ ഏതെങ്കിലുമൊക്കെ മുടക്കുന്യായങ്ങൾ പറഞ്ഞ് തത്വങ്ങൾ പറഞ്ഞ് സാധുക്കളുടെ അവകാശത്തെ, സദഖയെ, അതുപോലെ ഭക്ഷണം നൽകുന്നതിനെ ഒക്കെയും തള്ളിപ്പറയുന്ന ആളുകൾ. അള്ളാഹു ഈ മൂന്ന് കൂട്ടങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ആളുകൾ, വരാനുള്ള ശിക്ഷയെ വേണ്ട പോലെ ഗൗനിക്കാത്ത ആളുകൾ, മരണവും പരലോകവും ഒക്കെ വരാനുണ്ട്, പക്ഷെ അതിനെ വേണ്ടതുപോലെ ഗൗനിക്കാത്ത ആളുകൾ, അള്ളാഹു നൽകിയ ദൃഷ്ടാന്തങ്ങളെ കാണുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, ഇതൊന്നും ഗൗനിക്കാതെ ഈ ഭൂമിയിലെ ചെടികളും സൂര്യനും ചന്ദ്രനും വാഹനങ്ങളും ഒന്നും ഗൗനിക്കാതെ അള്ളാഹു പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെ തൊട്ടെല്ലാം അതൊക്കെ കണ്ടാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്തവർ. പിന്നീട് പറഞ്ഞു നിർത്തിയത് നാലാമത്തെ മുബീൻ അവസാനിക്കുന്നത് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കൂ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് അവർക്ക് സമ്പത്ത് നൽകിയത്, പക്ഷേ അതിൽ നിന്ന് ചെലവഴിക്കാൻ വിമുഖത കാണിക്കുകയും അള്ളാഹു ഇവരുടെയൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കില്ലേ, നമ്മൾ എന്തിനാണ് അതിലൊക്കെ ഇടപെടുന്നത് എന്ന തരത്തിൽ പലതരത്തിലുള്ള തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് സാധുക്കളായ ആളുകളെ, അവരുടെ അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ വ്യക്തമായ വഴികേടിലാണെന്ന് ഖുർആൻ. അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സദഖയുടെ മഹത്വങ്ങളും അതുപോലെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ പ്രതിഫലങ്ങളുമൊക്കെയും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ദൃഷ്ടാന്തങ്ങൾ ചിന്തിക്കാനാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചിരിക്കുന്ന ആയാത്തുകൾ, ആ ദൃഷ്ടാന്തങ്ങളെ, ആ സൈനുകളെ നാം വേണ്ട രീതിയിൽ പരിഗണിക്കണമെന്നുമെല്ലാം ഖുർആൻ പറയുന്നു. എന്നിട്ട് ഈ ആളുകളുടെ ശൈലിയെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്ന ഒരു സമൂഹം, അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങി വന്നത്. വിശുദ്ധ ഖുർആൻ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. വയഖൂലൂന മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാവുക, എപ്പോഴാ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുക, ഞങ്ങൾ സദഖ കൊടുത്തതിൻ്റെ പ്രതിഫലം എപ്പോഴാ കിട്ടുക, ഞങ്ങൾ എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, എപ്പോഴാണ് നരകമുണ്ടാവുക, എപ്പോഴാണ് അള്ളാഹു വിചാരണ ചെയ്യുക. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ പറയൂ, ഇതൊക്കെ എപ്പോഴാ നടക്കുക, ഇതൊക്കെ എപ്പോഴാ നടക്കുക? മരിച്ചതിന് ശേഷം ഒരു ജീവിതം, ഒരു പരലോകം, ഒരു സ്വർഗം, ഒരു നരകം, ഇതൊക്കെ എപ്പോഴാണ് നടക്കുക? അവർ ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ലോകാവസാനം വരെ വരാനുള്ള സത്യനിഷേധികളായ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. ഇതൊക്കെ എവിടെയാണ്? ചില ആളുകൾ പറയും ഭൂമിയിൽ തന്നെയാണ് സ്വർഗം എന്ന് പറയും. ചില ആളുകൾ പറയും വേറെ സ്വർഗമൊന്നുമില്ല, ഇവർ വെറുതെ പറയുന്നതാണ്. ഈ വർത്താനം ആര് പറഞ്ഞിട്ടുണ്ട്? കുഫാറുകളായ ആളുകൾ പറഞ്ഞ വർത്തമാനമാണ്. എപ്പോഴാണ് സ്വർഗം? എവിടെയാണ് ഞങ്ങളുടെ പ്രതിഫലം? എവിടെയാണ് ഞങ്ങളുടെ നരകം? എവിടെയാണ് ഞങ്ങളുടെ പണിഷ്മെന്റുകൾ? എവിടെയാണ് ഞങ്ങൾക്ക് അല്ലാഹു പറഞ്ഞ ശിക്ഷകൾ? ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ പറയടോ, എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുക? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവരുടെ ശൈലി എങ്ങനെയാണ്? പലരും അങ്ങനെയാണ്. പലപ്പോഴും പറഞ്ഞ് യുക്തിവാദത്തിലേക്ക് പോകും. അള്ളാഹുവിന് കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ വേദന അനുഭവിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കും. അള്ളാഹുവിന് കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. ദുനിയാവ് പരീക്ഷണങ്ങളുടെ ഇടമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഇതൊന്നും ഇവിടെ വന്നില്ലെങ്കിലാണ് പ്രശ്നം. ഇതൊക്കെ നിങ്ങൾക്കുണ്ടാകുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ മുഅ്മിനീങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ല സുഖകരമായ ജീവിതം ഉണ്ടാകുമെന്നല്ല,
നിങ്ങൾക്ക് ഭയം ഉണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവും. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ആളുകളിൽ നിന്നും ഏറ്റക്കുറച്ചിലുകൾ, കൊലപാതകങ്ങൾ, അതുപോലെ സമ്പത്ത് അപഹരിക്കപ്പെടുന്ന സാധ്യതകൾ ഉണ്ടാവും. അതായത് ഇറാന്റെ എണ്ണ, ഇറാഖിന്റെ എണ്ണ, സൗദിയുടെ എണ്ണ, കുവൈറ്റിന്റെ എണ്ണ, ഖത്തറിന്റെ എണ്ണ, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഉഷാറായിരിക്കുമെന്നല്ല. അപ്പോഴാണ് അപ്പൊ പിന്നെ ചോദ്യമില്ല, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരീക്ഷണങ്ങളുടെ ലോകമാണ് ഇത്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇത് അമലുകളുടെ ലോകമാണ്, ഇവിടെ ഹിസാബില്ല. ഹിസാബ് ചോദിക്കാൻ ഒരു ലോകം വേറെ വരുന്നുണ്ട്, അത് അല്ലാഹു തആല അവിടുന്ന് ചോദിച്ചോളും. ദുനിയാവ് നിങ്ങൾ പറയുന്നത് പോലെ ശിക്ഷയുടെയോ രക്ഷയുടെയോ ലോകമല്ല, അത് രണ്ടും ഇനി വരാനുള്ളതാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞ ഇതൊക്കെ നടക്കുന്നില്ലേ? നോക്കൂ, ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, പ്രയാസം കൊണ്ട് അനുഭവിക്കുന്ന ജനങ്ങൾ ലോകത്ത് എത്രയാണ്. അറബ് രാജ്യങ്ങളിലെ എണ്ണ സമ്പത്ത് കണ്ണുവെച്ചിട്ട് തന്നെയല്ലേ പല സ്ഥലങ്ങളിൽ നിന്നും കൊള്ളക്കാരായി കടന്നു കയറിയിട്ട് ആ രാജ്യങ്ങളുടെയൊക്കെ ധാതു സമ്പത്തിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, എത്ര ലക്ഷം ആളുകളെ പല രാജ്യങ്ങളിൽ കൊന്നുകളഞ്ഞു. അപ്പൊ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. വബശ്ശിരിസ് സാബിരീൻ, പട്ടിണി ഉണ്ടാവും. ഇപ്പൊ നോക്കൂ, ഒരു കുറച്ച് നാൾ മുമ്പ് ആദ്യത്തെ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഇറാനിൽ പ്രതിസന്ധി വന്നാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും എന്നുള്ളൊരു ക്ലിപ്പ്. ഇപ്പൊ നോക്കൂ, നമ്മുടെ രാജ്യത്ത് വാതക വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിലും ഡൽഹിയിലൊക്കെ ഹോട്ടലുകൾ. അപ്പൊ ഇനിയിപ്പോ വിറകടുപ്പൊക്കെ എന്ത് ചെയ്യണം? വലിയ അടുക്കള ഉണ്ടായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ അടുക്കള ഉണ്ടായിന്ന് പറഞ്ഞില്ല, ഗ്യാസ് കിട്ടാനില്ല, എന്താ ചെയ്യുക? അടുക്കളയും ടോയ്ലറ്റും ഒക്കെ അടച്ചിടേണ്ടി വരും. അടുക്കള ഉണ്ടെങ്കിലല്ലേ ടോയ്ലറ്റിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ അടുക്കള പൂട്ടുന്നതോടുകൂടി ടോയ്ലറ്റും പൂട്ടേണ്ടി വരും. അള്ളാഹു പട്ടിണിയെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുണ്ടായിട്ട് എന്താണ്? ഇതൊക്കെ വെക്കാനുള്ള സാധനം ഉണ്ടാവണ്ടേ? നമുക്ക് വിറകെവിടെ? നമ്മളതൊക്കെ കളഞ്ഞു. ഇപ്പൊ ഇൻഡക്ഷൻ കുക്കറോ അതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പലതും. ഗ്യാസ് കിട്ടാനില്ല, കിട്ടാതെ വന്നപ്പോഴാണ് പുതിയ മരുമക്കൾക്കാണെങ്കിൽ ഈ വിറകടുപ്പ് കത്തിക്കാനും അറിയില്ല. പഴയ തള്ളമാർക്കാണെങ്കിൽ അതിനകത്ത് ഊതാനും ഇപ്പൊ ആഫിയത്തുമില്ല. അള്ളാഹു ഉമ്മമാർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ് നൽകുമാർക്കട്ടെ. അപ്പൊ ഏതോ രാജ്യത്ത് നടക്കുന്ന യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്നില്ലേ? അതുകൊണ്ടാണ് എപ്പോഴും ദ്വാരക്കേണ്ടത്, ലോകത്ത് സമാധാനം ഉണ്ടാവണം. ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ഇതിലുണ്ടാവും. ഉക്രൈനും റഷ്യയും യുദ്ധം ചെയ്തു. നമ്മുടെ നാടുകളിലെ പ്രിന്റഡ് പേപ്പറുകൾക്ക്, അതുപോലെ പ്രിന്റ് ചെയ്യുന്ന പേപ്പറുകളുടെ എല്ലാം വില കൂടിയതിന്റെ കാരണം അതാണ്. കാരണം ഇത് നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയലുകളും ഒക്കെ വരുന്നത് അവിടെ നിന്നാണ്. ഗോതമ്പുകൾ പല സ്ഥലങ്ങളിലേക്കും സപ്ലൈ ചെയ്തു പോയത് അവിടെ നിന്നാണ്. അതിൻ്റെയൊക്കെ വില കൂടാനുള്ള കാരണം. പത്രങ്ങൾക്ക് വില കൂടിയത് എന്തുകൊണ്ടാണ്? ഉക്രൈനിൽ യുദ്ധം നടന്നിട്ടാണ്. അവിടുന്ന് സാധനം കിട്ടാനില്ലാതെ വന്നു. ഇതൊക്കെ പ്രിന്റ് ചെയ്യുന്ന. അപ്പൊ ലോകത്ത് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിന്റെ ഒരു ഫലം ലോകത്തെ പല രാജ്യങ്ങളിലുള്ള മനുഷ്യർ അനുഭവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാവും തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. വിശ്വാസികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, മുസീബത്ത് ഉണ്ടായിട്ടുണ്ട്, മുൻഗാമികൾ അത് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ സത്യനിഷേധികളായ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അവരിങ്ങനെ ചോദിക്കുക, എവിടെ അള്ളാഹുവിന് കഴിവുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ, നബിമാർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ, സ്വാലിഹീങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെയൊന്നും വരേണ്ടതല്ലല്ലോ എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ പ്രവാചകന്മാരെ, എപ്പോഴാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ പുലർന്നു കിട്ടുക? 1 കൊടുത്തതിന് 10 കിട്ടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? സദഖയ്ക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ദീനനുസരിച്ച് ജീവിച്ചാൽ മഗ്ഫിറത്തുൻ അജ്റുൻ കരീമുൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? മാന്യമായ പ്രതിഫലവും പാപമോചനവും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെപ്പോഴാണ് പുലരുക? എന്നിട്ട് ഖുർആൻ പറഞ്ഞു തരുകയാണ്, മാ യൻദുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദതൻ തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഇവർ വിചാരിക്കുന്നത് ഭൂമി ഇടിഞ്ഞ്, അല്ലെങ്കിൽ ഭൂമിയുടെ അവസാനം, പ്രപഞ്ചം അവസാനിക്കുന്നത്, അന്ത്യനാൾ വന്നെത്തുന്നത്, അല്ലെങ്കിൽ ഇവരുടെ അവസാനമുണ്ടാകുന്നത് ഘട്ടം ഘട്ടമായി ഇങ്ങനെ വരും എന്നല്ല. ഖുർആനിന്റെ വർത്തമാനം മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്.
ഒരൊറ്റ ഘോരമായ ശബ്ദം. ആ ശബ്ദമോ അവരന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ, അവരന്യോന്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കെ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ശബ്ദം മാത്രമാണ് ഉള്ളതെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മളൊരു വീട് പൊളിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് 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 വരുന്നത് പോലെ ലോകമൊക്കെ അവസാനിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആർട്ടിക്ക മുതൽ പൊളിഞ്ഞ് 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 വരികയാണ് എന്നൊക്കെ വിചാരിച്ചാൽ ആ വിചാരം വേണ്ട. മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. അന്ത്യം അവരെ പിടികൂടുന്നത് ഒരു ശബ്ദം ഉണ്ടാവാൻ എത്ര സമയം വേണം? ഒരൊറ്റ പൊട്ട്, ആ പൊട്ടാനുള്ള സമയം മാത്രം മതി. അത്ര സമയത്തിനുള്ളിൽ ഈ ലോകത്തിന്റെ അവസാനം ഉണ്ടാകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ പറഞ്ഞത്. അവർ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ തർക്കം തീർന്ന് ദാ ഒരു അപകടം വരുന്നു, മഴ വരുന്നു, രണ്ടുപേര് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ ഓടി അകത്തേക്ക് കയറാൻ ചിലപ്പോൾ സമയം കിട്ടും. അത്ര സമയം പോലും അന്ത്യമടുത്താൽ ഉണ്ടാവുകയില്ലെന്ന് ഖുർആൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുണ്ട്, അതിന് ഉപോത്ബലകമായ ഹദീസുകൾ. രണ്ടാളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തർക്കം ഒന്ന് അവസാനിപ്പിച്ചൊന്ന് തിരിഞ്ഞു പോകാൻ സമയം കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഇത് തീരും. സമയം കിട്ടുന്നതിന് മുമ്പെല്ലാം അവസാനിച്ചു പോകും. അതൊരു വല്ലാത്ത ദിവസമാണ്. മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ തഅഖുദുഹും വഹും യഖ്സിമൂൻ. ലോകത്തിന്റെ അന്ത്യം, ഈ മഹാപ്രപഞ്ചത്തിന്റെ അന്ത്യം ഇപ്പറഞ്ഞതുപോലൊരു ഇടിപ്പടക്കം മാത്രമാണ്, ഒരു ഘോരമായ ശബ്ദം. അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഇവർക്ക് മുന്നറിയിപ്പൊക്കെ കിട്ടി നോട്ടീസൊക്കെ അടിച്ചിട്ട് വരാനുള്ളതല്ല. അതിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ അടയാളം, ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ അടയാളം, നമ്മൾ പല അടയാളങ്ങളും കേട്ടിട്ടില്ലേ? ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകം അവസാനിക്കും എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം അന ബുഇസ്തു, ഞാൻ നിയോഗിതനായി എന്നതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂല് നിയോഗിക്കപ്പെട്ടതോടുകൂടി തന്നെ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളം വന്നു കഴിഞ്ഞു. ബാക്കിയൊക്കെ അതിന്റെ പിന്നാലെ വരാനുള്ളതാണ്. അപ്പൊ ഏറ്റവും വലിയ അടയാളം ഏതാ? നമ്മൾ പല അടയാളങ്ങളും കേട്ടിട്ടുണ്ടാവും. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതും ദജ്ജാൽ വരുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ അടയാളങ്ങളിൽ ഒന്ന് വന്നിട്ട് 1500 കൊല്ലായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായി. അവിടുന്ന് പറഞ്ഞ അടയാളങ്ങൾ പലതും ലോകത്തിന്റെ മുന്നിൽ പുലർന്നു കാണുന്നത് നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതിങ്ങനെ പതുക്കെ 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 സൂര്യനും ചന്ദ്രനും ഒക്കെ അടർന്നു വീഴുമെന്നും ഭൂമി ഇളകി മറിയുമെന്നും ഒക്കെ പറയും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, അത് വളരെ പെട്ടെന്ന് ഈ പ്രപഞ്ചത്തിന് അന്ത്യമുണ്ടാകുമെന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പറയുന്നത്. ഭൂമി എല്ലാ കാലവും ഇങ്ങനെ നിലനിൽക്കുമോ? തീർച്ചയായും ഇല്ല. അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ്. ഭൂമി ഇങ്ങനെ നിലനിൽക്കുമോ? ഇല്ല. ഈ സൂര്യൻ ഇങ്ങനെ നിലനിൽക്കോ? ഇല്ല. സൂര്യന്റെ അവസാനമുണ്ട്, നക്ഷത്രങ്ങൾക്ക് അവസാനമുണ്ട്. അവസാനമില്ലാത്തവൻ ഒന്നേയുള്ളൂ. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ബാക്കി എല്ലാത്തിനും ഒടുക്കമുണ്ട്, ബാക്കിയെല്ലാം അവസാനിച്ചു പോകുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വളരെ പെട്ടെന്നാണ്, ഞൊടിയിട കൊണ്ടാണ് ഖിയാമത്ത് നാളുണ്ടാവുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. സൂറെന്ന കാഹളം ഊതുന്നതിനു വേണ്ടി സയ്യിദുനാ ഇസ്രാഫീൽ എപ്പോഴും തയ്യാറാണ്. വേറെ ജോലിയൊന്നുമില്ല. ഈ ലോകത്തിന്റെ അന്ത്യത്തിന് ആവശ്യമായ കാഹളം മുഴക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ അനുമതി വന്നാൽ ആ കാഹളം മുഴക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുകയാണ്, എല്ലാം 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 നശിച്ചു വീഴുന്ന ഒരു ദിവസമുണ്ട്. വളരെ പെട്ടെന്നാണെല്ലാം സംഭവിക്കുക. തൊട്ടടുത്ത ആയത്തുകൂടി, ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. നേരത്തെ പറഞ്ഞു, തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരെ പിടികൂടും. അവർക്കൊന്ന് അവരുടെ അഹ്ലുകാരിലേക്ക് മടങ്ങിയിട്ട് ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിയിട്ട് ഒരു വസിയ്യത്ത് ചെയ്യാനുള്ള സമയം പോലും ഉണ്ടാവുകയില്ല. മരണമാസന്നമായാൽ നമുക്കറിയാം വസിയ്യത്തുകൾ ചെയ്യും. അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാനോ
അതുപോലെ വസിയ്യത്ത് ചെയ്യാനോ സമയമുണ്ടാവുകയില്ല, അതിനുള്ള അവസരം പോലും ഉണ്ടാവുകയില്ല. ആ സമയത്തോ ലോകം മുഴുവനും വിറച്ചു പോകുന്ന സമയം, ലോകത്തിൻ്റെ അവസാന സമയം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ വിഹ്വലത നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ പറയുകയാണ്, ഒട്ടകത്തിനു വേണ്ടി വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഹബീബായ നബി തങ്ങളുടെ വർത്തമാനമാണ്, ഒട്ടകത്തിനു വേണ്ടി അതിൻ്റെ ഹൗദ് നന്നാക്കുന്ന മനുഷ്യൻ, അയാൾക്ക് ആ വെള്ളം കോരി നിറച്ചു തീർക്കാൻ കഴിയുന്നതിന് മുമ്പ് അയാൾ ചലനമറ്റു വീഴും, ജനങ്ങൾ ചലനമറ്റു വീഴും. രണ്ടാളുകൾ തമ്മിൽ അങ്ങാടിയിൽ കച്ചവടം നടത്തുകയാണ്. രണ്ടാളുകൾ തമ്മിൽ, വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിൽ കച്ചവടം നടത്തുകയാണ്. അവരുടെ തുണിത്തരങ്ങൾ ഇങ്ങനെ വലിച്ചിട്ടു. അതൊന്നും മടക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ഖിയാമത്ത് നാളുണ്ടാകുമെന്ന്, അതിൻ്റെ പൈസ കൊടുക്കുന്നതിന് മുമ്പ്, അതിൻ്റെ കച്ചവടം പൂർത്തിയാകുന്നതിന് മുമ്പ് ഖിയാമത്ത് നാളുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അകിടിൽ നിന്ന് പാല് കറന്നെടുത്തു, അയാൾ അത് രുചിക്കുന്നതിന് മുമ്പ് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് അയാൾ കുടിക്കുന്നതിന് മുമ്പ് ഖിയാമം അയാളെ പിടികൂടും. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അവസാനമായി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ് ഇതെല്ലാം. ഒരാൾ ഭക്ഷണം വായിലേക്ക് വെക്കുന്നു, ഭക്ഷണം ഉരുളയാക്കിയത് വായിലേക്ക് കൊണ്ടുപോയി വായയിൽ എത്തുന്നതിന് മുമ്പ്, അതായത് അത്ര എളുപ്പത്തിലാണ് ഖിയാമത്ത് നാളുണ്ടാവുക, അത്ര പെട്ടെന്നാണ് ഖിയാമത്ത് നാളുണ്ടാവുക. അല്ലാഹുവിൻ്റെ പ്രവാചകരും പരിശുദ്ധമായ ഖുർആനും നമ്മെ പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ ഇതിനൊന്നും വലിയ സമയം വേണ്ട. എപ്പോഴാടോ ഇതൊക്കെ ഉണ്ടാവുന്നതെന്ന് ചോദിക്കണ്ട. അല്ലാഹു തീരുമാനിച്ചാൽ ഞൊടിയിട കൊണ്ട് ഇതൊക്കെയും അവസാനിക്കും. രണ്ട് കാര്യങ്ങളിലേക്ക് ഇത് ചേർത്ത് വെക്കാം. ഒന്നാമത്തത് ഖിയാമത്താണ്, രണ്ടാമത്തത് ഒരു മനുഷ്യന്റെ അന്ത്യമാണ്. എപ്പോഴാ മരിക്കുക? ഈ നമ്മളിട്ട വസ്ത്രം ഊരാൻ കഴിയുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. ഇത് ധരിച്ചതാരാ? ഞാനാണ് ഈ വസ്ത്രം ഇട്ടത്. ഇതൊന്ന് ഊരിയിടാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. പള്ളിയിലേക്ക് വന്നതാണ്, തിരിച്ചു വീട്ടിലെത്തുന്നതിന് മുമ്പ് ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒന്ന് വീട്ടിൽ ചെന്ന് മക്കളെയൊക്കെ ഒന്ന് കണ്ടൊരു വസീയത്ത് കൊടുക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ചിലപ്പോൾ മരണപ്പെട്ടു പോകും. അതുപോലെ വെള്ളവും കൊണ്ട് മോൻ വന്നു നിന്നതാണൊന്ന് വാങ്ങി കുടിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. യാത്രയിലാണ്, മടങ്ങിയെത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. ആലോചിക്കാനാണ് മരണം എപ്പോഴാണ് ചിന്തിക്കാനാണ്. നമ്മൾ വിചാരിക്കുന്ന നേരത്തൊന്നുമല്ല. ഏതുവരെ മഹാന്മാരായ മുൻഗാമികൾ പറയാണ്, ഖബറിന്റെ താഴെത്തിയൊരു മനുഷ്യൻ ചിന്തിക്കുമത്രേ, അല്ലാ ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ എത്തിയത്? ഇന്നലെ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നല്ലോ, ഇന്നലെ ഞാൻ പള്ളിയിലുണ്ടായിരുന്നല്ലോ, ഇന്നലെ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നല്ലോ, എത്ര പെട്ടെന്നാണ് റബ്ബേ ഞാൻ ഈ മണ്ണിന്റെ കീഴിലായി പോയതെന്ന് ഖബറിലെത്തുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കുമെന്നാണ്. അപ്പൊ അതിനെക്കുറിച്ച് എപ്പോൾ ആലോചിക്കണം? നേരത്തെ തന്നെ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ വരാനുണ്ട്, ഇങ്ങനൊക്കെ സംഭവിക്കാനുണ്ട് എന്നുള്ള ചിന്ത നേരത്തെ ഉണ്ടാകണം. ആ അല്ലാഹു നിശ്ചയിച്ച അജലങ്ങെത്തിക്കഴിഞ്ഞാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു നെഞ്ചുവേദന വന്നു, പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടൊരു വസീയത്ത് പറയാനോ, കണക്ക് മക്കളെ ഏൽപ്പിക്കാനോ, കച്ചവടത്തിന്റെ കാര്യം ഏൽപ്പിക്കാനോ, കമ്പനി ഏൽപ്പിക്കാനോ ഒന്നും കഴിയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ എത്ര മനുഷ്യരുണ്ട്, നമുക്കറിയാവുന്നവർ തന്നെ. എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട്, നമ്മളൊക്കെ വിചാരിക്കാൻ അങ്ങനെ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ തർത്തീബാക്കി വെച്ച് എല്ലാം ഏൽപ്പിച്ച് വസീയത്തൊക്കെ ചെയ്തിട്ട് മരിക്കാം. അങ്ങനൊന്നും അല്ല കേട്ടോ. അങ്ങനെയുള്ള വിചാരങ്ങളും വേണ്ട. അള്ളാഹുവിൻ്റെ അജലെത്തിയാൽ കണ്ണിമ ചിമ്മുന്ന സമയം കൊണ്ട് ലോകത്തുനിന്ന് വിട പറയും. അള്ളാഹുവിൻ്റെ തീരുമാനമെത്തിയാൽ പിന്നെ പിന്തുകയില്ല. അതുകൊണ്ട് എപ്പോഴും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറായിരിക്കണം. എപ്പോൾ വേണമെങ്കിലും പോകാം. ഈ പള്ളിയിലിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ പള്ളിയുടെ വാതിൽ കടന്ന് ഇനി പുറത്തേക്ക് പോകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. എപ്പോഴാണ് മലക്കുൽ മൗത്ത് നമ്മെ തേടി വരുന്നത് എന്ന് നമുക്കറിയില്ല. അതെന്നാണെങ്കിലും അള്ളാഹു നമ്മളോട് കരുണ ചെയ്യുമാറാകട്ടെ.
അപ്പം ഇതൊക്കെ ചിന്തിക്കാനാണ് യാസീനൊക്കെ ഓതുമ്പോൾ ഈ ഓർമ്മ ഇങ്ങനെ വരണം. യഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുന്തും സാദിഖീൻ മാ യൻദുറൂന ഇല്ലാ സൈഹതൻ വാഹിദ فإذا تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. അവർക്ക് യാതൊരു വസിയത്തും നൽകാൻ കഴിയുകയില്ല, കുടുംബത്തിലേക്ക് മടങ്ങാനും കഴിയുകയില്ല. എവിടെ വെച്ച് അല്ലാഹു തആല പിടിച്ചാലും കുടുംബത്തിലേക്കൊന്ന് പോകാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഖലാ വന്നാൽ, നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും അറിയാവുന്ന ഉദാഹരണം. നമ്മളിട്ട വസ്ത്രം മറ്റൊരാളിൻ്റെ കൈ കൊണ്ട് ഊരേണ്ടി വരും. വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ അത് ഓർക്കണം. ഈ വസ്ത്രം ചിലപ്പോൾ ആളുകൾ വെട്ടിയെടുക്കേണ്ട അവസരം വരും, ചിലപ്പോൾ ആളുകൾ ഊരേണ്ട അവസരം വരും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറയാ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ശുദ്ധിയെ എപ്പോഴും നിങ്ങൾ കരുതി വെക്കുക. അതായത് മനുഷ്യൻ്റെ ഗുഹ്യഭാഗങ്ങളും കക്ഷരോമങ്ങളും ഒക്കെ എപ്പോഴും നീക്കി വൃത്തിയാക്കി വെക്കുക. നിങ്ങളുടെ മയ്യത്ത് കൈകാര്യം ചെയ്യുന്ന ആളിനൊരു ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല. നിങ്ങളുടെ ശരീരം എപ്പോഴും ശുദ്ധിയായിരിക്കണം. കാരണം എപ്പോഴാണ് നിങ്ങൾ പോവാന്നറിയില്ല. പോയാൽ നിങ്ങളുടെ ശരീരം പിന്നെ ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ വസ്ത്രം നമ്മളല്ല അഴിക്കുന്നത്, ആളുകളാണ് അഴിക്കുന്നത്. അപ്പോൾ അഴിച്ച് നമ്മുടെ ശരീരം കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് എന്തുണ്ടാവരുത്? പലരും താടിയൊക്കെ നല്ലതുപോലെ സെറ്റ് ചെയ്യും, പലപ്പോഴും എന്ത് ചെയ്യൂല, കക്ഷരോമങ്ങൾ നീക്കം ചെയ്യുന്നതും ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യുന്നതും ശ്രദ്ധിക്കാറില്ല. 40 ദിവസത്തിലധികം അത്തരം രോമങ്ങൾ തുടരുന്ന പക്ഷം ദുആ പോലും സ്വീകരിക്കുകയില്ല എന്ന് കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കൃത്യമായി നമ്മുടെ പ്രൈവറ്റ് പാർട്സുകളൊക്കെയും വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെക്കുക. നഖം വെട്ടൽ സുന്നത്താണ്, താടി ഒതുക്കൽ സുന്നത്താണ്, മുടി വെട്ടൽ സുന്നത്താണ്. അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താടിയൊക്കെ വളർത്തിയിട്ട് ജടയൊക്കെ പിടിച്ച അല്ല. അല്ലാഹു തആല നിങ്ങളുടെ ജമാലിയത്തിനെ ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിങ്ങളുടെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി എങ്ങനെയായിരുന്നു? അപ്പോൾ മുടി വെട്ടണം, താടി വെട്ടണം, ഇതെല്ലാം വേണം. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അവരവരുടെ മാർഗങ്ങളിൽ വ്യത്യസ്തമായ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി വനിത വന്ന് പരാതി പറഞ്ഞു, എൻ്റെ ഭർത്താവ് താടിയും വിട്ടൂല, മുടിയും വിട്ടൂല. അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു വരുത്തി, താടിയും മുടിയും മര്യാദയ്ക്ക് ഒതുക്കി നന്നായി നടന്നോണം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ മുടി വളർത്തുന്ന കുട്ടികളുണ്ട്. അവരോട് പറയാനുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് വേണ്ടി എന്ന രീതിയിൽ എന്ത് ചെയ്യുക, നല്ലതുപോലെ വളർത്തുമ്പോൾ. അല്ലാതെ അത് ഫാഷൻ കാണിക്കാനെന്നുള്ള രീതിയിൽ വളർത്തണ്ട. സുന്നത്തിൻ്റെ കൂലിയും കിട്ടും. വളർത്തണമെന്ന് തോന്നിയാൽ സുന്നത്തായ കാര്യത്തിന്, സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായിരുന്നു. അപ്പോൾ ആ സുന്നത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വളർത്താം. അപ്പോൾ നമ്മുടെ ഓരോന്നും നമ്മൾ താടി ഒതുക്കുന്ന സമയത്തും ഹബീബായ നബി തങ്ങളുടെ സുന്നത്താണിത് എന്നുള്ള ചിന്ത വന്നാൽ സുന്നത്തിൻ്റെ കൂലി കിട്ടും. അപ്പം നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെയും എപ്പോഴും നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കണം. കൈയുടെ നഖത്തിൻ്റെ അടിയിൽ അഴുക്കുണ്ടാകരുത്, കാൽനഖങ്ങളുടെ അടിയിൽ അഴുക്കുണ്ടാകരുത്. നമ്മുടെ പ്രൈവറ്റ് പാർട്സുകൾ, അതുപോലെ ഈ പറഞ്ഞതുപോലെ ദുർഗന്ധമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ. അതുകൊണ്ടാണ് മുസ്ലിമായ വ്യക്തിക്ക് എപ്പോഴും നോമ്പ് കാലത്ത് പകലല്ലാത്തപ്പോഴൊക്കെ എന്തുപയോഗിക്കൽ നല്ലതാണ്? സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. അപ്പൊ നല്ല രീതിയിലായിരിക്കണം. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മെ പിടികൂടാം. നമുക്ക് ഒരുങ്ങാനുള്ള അവസരമൊന്നും കിട്ടൂല. നാളെ ഞാൻ മരിക്കുകയാണ്, എന്നാൽ ഇന്ന് തന്നെ ഷേവൊക്കെ ചെയ്ത്, എന്തായാലും കിടക്കണ്ടാണല്ലോ, ആളുകൾ കാണാൻ വരുന്നതാണല്ലോ, ഇന്നൊക്കെ ഷേവൊക്കെ ചെയ്ത് നല്ല ഉഷാറായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചാൽ അതിന് ചിലപ്പോൾ സമയം കിട്ടും. ബാക്കിയുള്ളവർക്ക് സമയം കിട്ടും. നമ്മളെ മരിപ്പിന് വരുമ്പോൾ ആളുകളൊക്കെ വരുന്നതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരുങ്ങാൻ സമയം കിട്ടും, മക്കൾക്ക് ഒരുങ്ങാൻ സമയം കിട്ടും. നല്ല അയൺ ചെയ്ത വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കാൻ അന്ന് അവസരം കിട്ടാത്ത ഒരു ടീം നമ്മളെ ഉള്ളൂ. അതായത് നമ്മളെ മരിപ്പിന് നമുക്കേ ഉള്ളൂ ഒരുങ്ങാൻ പറ്റാത്തത്. നമ്മൾ ആളുകൾ വിരിക്കുന്ന വസ്ത്രവും അവരിട്ട് തരുന്ന ഉടുപ്പും അവരിട്ട് തരുന്ന വെള്ളമുണ്ടും ധരിച്ച് ഇങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല വൃത്തിയുള്ളവരായി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞ വർത്തമാനങ്ങൾ, ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ആ കൂട്ടത്തിൽ വസിയത്തുകൾ, മരണപ്പെടുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യണം, നിശ്ചിത കാര്യങ്ങൾ ഏൽപ്പിക്കുക. മരണത്തോടടുത്താൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് വസിയത്തുകൾ. ഇന്നാലിന്ന കാര്യങ്ങൾ മക്കളെ ഏൽപ്പിക്കേണ്ടത് അവരെ ഏൽപ്പിക്കണം. സ്വത്ത് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെ ഏൽപ്പിക്കണം. ഉത്തരവാദിത്തപ്പെട്ട, അല്ലെങ്കിൽ തന്നെയും ഒരു മനുഷ്യൻ അവൻ്റെ സാമ്പത്തിക ഇടപാട് ഏതെങ്കിലും ഒരാളോട് പറഞ്ഞിരിക്കണം. ഒന്നുകിൽ ഭാര്യയോട്, അല്ലെങ്കിൽ മക്കളോട്, അല്ലെങ്കിൽ അനുജനോട്, ജ്യേഷ്ഠനോട്, ആരോടും പറയാം. എന്തിനാണത്? പെട്ടെന്നാണ്ട് മരിച്ചുപോയി, ഇയാൾ എത്ര കൊടുക്കാനുണ്ടെന്നോ വാങ്ങിയിട്ടുണ്ടെന്നോ ഒന്നും ഒരാൾക്കും അറിയില്ല. എത്ര ഹക്കായ കടബാധ്യതകളുണ്ട്. പറഞ്ഞാലുള്ള ഗുണം എന്താ? ചില തട്ടിപ്പുകാരുണ്ട്,
പള്ളി എന്ന് പറയൂലേ, ഏതെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ ബന്ധപ്പെടുക, മക്കളെ ബന്ധപ്പെടുക. അപ്പൊ പറയാ എനിക്ക് 2000 തരാനുണ്ടായിരുന്നു. മരിച്ച ആളോട് എന്തായാലും ചോദിക്കാൻ പറ്റൂലല്ലോ ഇവന് കൊടുക്കാനുണ്ടോ. അങ്ങനെ ഓരോ സ്ഥലത്ത് വന്നിട്ട് ഈ മരിച്ച ആൾ എനിക്ക് പൈസ തരാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തട്ടിപ്പടത്തുന്ന ആളുണ്ട്. അപ്പൊ അന്ന് മരിപ്പിന്റെ ഇതിലേക്കുന്നുണ്ട് എന്ത് ചെയ്യും, മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും പഠിച്ചവനെ അക്കടപാടല്ലേ എന്ന് വിചാരിച്ചിട്ട് മനുഷ്യന്റെ മയ്യത്ത് പോലും വിറ്റ് കാശാക്കുന്ന മനുഷ്യരുണ്ട് എന്നാ പറഞ്ഞ അർത്ഥം. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ എന്ത് വേണം? നമ്മുടെ ഏതു ബാധ്യതയും നമ്മൾ ഏത് നിമിഷവും പോകാം. അതുകൊണ്ട് ഏതു ബാധ്യതയും ഒന്നുകിൽ ഭാര്യ, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാളെങ്കിലും അറിഞ്ഞിരിക്കൽ നല്ലതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട്. അതെ, ഞാൻ ഇത്ര രൂപയെ കൊടുക്കാനുള്ളൂ, ഇത്ര രൂപയെ വാങ്ങാനുള്ളൂ, ഇന്ന ആളുകൾക്കേ കൊടുക്കാനുള്ളൂ, വേറെ ബാധ്യതയൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ ഇത്ര പൈസ അത് ഇന്ന സ്ഥലത്തുണ്ട്. പലരും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തിരുവല്ല, പത്തനംതിട്ട ജില്ലകളിലെ ബാങ്കുകളിൽ മാത്രം അവകാശികളെത്താതെ കെട്ടിക്കിടക്കുന്ന 200 കോടി രൂപയിലധികം സ്വത്തുണ്ട്. എന്താ കാര്യം? പലരും തുടങ്ങിയ പ്രൈവറ്റ് അക്കൗണ്ട്, പലരും മരിച്ചുപോയവരുണ്ട്. തിരിച്ചു വരാൻ അവകാശികൾക്ക് പോലും അറിയില്ല അച്ഛൻ എവിടെയാണ് അക്കൗണ്ട് ഉള്ളതെന്ന്. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്ന ഒരാളെങ്കിലും ദുനിയാവിൽ ഉണ്ടാവണം. അത് കുറച്ചുകൂടെ കഴിയട്ടെ, 60 വയസ്സ് കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. എപ്പോഴെങ്കിലും പോകാന്നുള്ള ഓർമ്മ വേണം. നമ്മളെല്ലാവരും ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ തന്നെ എന്താണ്, വിസയും പാസ്പോർട്ടും അടിച്ചിട്ടാണ് വന്നത്. ബോർഡിംഗ് പാസ് കയ്യിലുണ്ട്, ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഒക്കെ കിട്ടിയിട്ട് വന്ന ആളുകളാണ്. അപ്പൊ ബോർഡിംഗ് പാസ് ഒക്കെ അടിച്ച് ഇനി കയറി ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ റെഡിയാണ്. അപ്പൊ അതിനു മുമ്പ് ഈ പറഞ്ഞത് ഗൗരവമായി എടുക്കണം. അപ്പൊ ഒന്നുകിൽ എഴുതി നല്ലതുപോലെ സൂക്ഷിക്കണം, ഇടപാടുകൾ എഴുതി സൂക്ഷിക്കണം. അത് മരണം മാത്രമല്ല, അപകടപ്പെട്ടു എന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു ദിവസം നമ്മൾ അപകടപ്പെട്ട് നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഇടപാടുകൾ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കൽ എപ്പോഴും നല്ലതാണ്. നമ്മുടെ പ്രത്യേകിച്ച് എല്ലാ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണമെന്നല്ല, നമ്മുടെ അയലത്തുകാരെ അറിയിക്കണമെന്ന് അങ്ങനല്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളോ പേരമക്കളോ കുടുംബമോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ഇതറിഞ്ഞിരുന്നാൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ മരിച്ചാൽ ഇത് കൈകാര്യം ചെയ്യണം. കാരണം പറഞ്ഞിട്ടൊന്നും ചിലപ്പോൾ പോകാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല. അതുപോലെ വസീയത്ത് കൃത്യമായി, നമ്മൾ മരിച്ചതിന് ശേഷം മക്കൾ തമ്മിലടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. എന്നെ കേൾക്കുന്ന പലരും വാപ്പമാരായതുകൊണ്ട് ഞാൻ പറയാണ്, പല വീടുകളിലും വാപ്പയുടെ കാലത്ത് മക്കൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. വാപ്പ മരിച്ചതോടുകൂടി ആ കുടുംബം ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥ കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ തമ്മിൽ, സഹോദരിമാര് തമ്മിൽ തെറ്റിപ്പിരിയുന്നത് കാണാം. അതിനെന്ത് വേണം? വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വ്യക്തത വരുത്തണം. ഇത് ഏതൊക്കെ കാര്യങ്ങൾ ആർക്കൊക്കെ ഉള്ളതാണ്. മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ സഹോദരി വന്നിട്ട് പറയും, ഈ വസ്തു എനിക്കുള്ളതാണ്, വാപ്പ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പറയും, വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് നല്ല സമ്പത്ത് കൊടുത്താണ് ചിലപ്പോൾ സഹോദരിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ ഈ ആൺമക്കൾക്ക് പോലും അത്രയും സമ്പത്ത് വന്നിട്ടുണ്ടാവില്ല. എന്നാലും ചിലപ്പോൾ ചില സഹോദരിമാർ വന്നിട്ട് ബാർഗെയിൻ ചെയ്ത് കളയും. എൻ്റെ വാപ്പ എനിക്ക് ഇത് വീതം വെക്കുമ്പോൾ ഇത്രയും കൂടെ തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആൺമക്കൾ തമ്മിൽ മൂത്താളും രണ്ടാമത്താളും, മൂത്താള് ഞാനാണ്, നിന്നെക്കാൾ കുറച്ചും കൂടി വാപ്പാന്റെ ചെലവും ഒക്കെ എടുത്ത ഞാനാണ്, അതുകൊണ്ട്, അല്ലെങ്കിൽ ചികിത്സിച്ചത് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി വസ്തു വേണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരിച്ചാൽ നിയമം മാറും. മരിച്ചാൽ ഒരാളുടെ അനന്തരാവകാശത്തിന്റെ നിയമങ്ങൾ മാറും. ജീവിച്ചിരിക്കുമ്പോൾ പക്ഷെ എന്ത് ചെയ്യാം? കൃത്യമായി കൈകാര്യം ചെയ്യാം. മരിച്ചാൽ പിന്നെ കൃത്യമായ കണക്കിലെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. മരിച്ചാൽ കൃത്യമായ ഒരു കണക്കിലെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റക്കുറച്ചിലൊന്നും പറ്റൂല. കാരണം മരിച്ചയാളിന്റെ അനന്തര സ്വത്താണത്. ഇസ്ലാമിക് ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാനുള്ളൊരു വലിയ വിഷയമാണ്. മരിച്ച ആളിന്റെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, മരിച്ചയാളിന്റെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം. എൻ്റെ റൂമിൽ പലപ്പോഴും പലരും വന്നിട്ട് മരണപ്പെട്ട ഉമ്മയുടെ ആഭരണങ്ങൾ, ഓർണമെന്റ്സുകൾ വിറ്റ പൈസ ബാക്കി പള്ളിക്ക് കൊടുക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട് അവരോടൊക്കെയും, നിങ്ങൾ മക്കളെല്ലാം പൊരുത്തപ്പെട്ടിട്ടാണോ, അവകാശികളെല്ലാം പൊരുത്തപ്പെട്ടിട്ടാണോ ഇത് ചെയ്യുന്നത്? പൊരുത്തപ്പെടണം. കാരണം ഇതിന്റെ അവകാശി മരണപ്പെട്ടതോടുകൂടി മാറി മക്കളായി. അതുപോലെ ഉമ്മയ്ക്ക് ഏതെങ്കിലും അമലുകൾ ബാധ്യതയായി ബാക്കിയുണ്ടോ, വല്ല നോമ്പ് പിടിക്കാനുള്ള ഫിദിയ കൊടുക്കാനുണ്ടോ, മറ്റോ അമലുകളുടെ ബാധ്യത ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാ? ഇതിന്റെ അവകാശി മരിച്ച ആളല്ല. അപ്പം മരണത്തിന് മുമ്പ് തന്നെ നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയാൽ തന്നെ എന്ത് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന സമ്പത്തിൽ നാളെ ഈ മക്കൾ തമ്മിൽ കടിപിടി കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് പറഞ്ഞ് കൃത്യമാക്കി എഴുതി വെച്ച് അതിനൊരു കൃത്യമായ രേഖയൊക്കെ ഉണ്ടാക്കിയിട്ട് ലോകത്തുനിന്ന് പോകണം. അതൊരു സമാധാന. നിങ്ങൾ കബറിൽ കിടക്കുന്നു, നിങ്ങളെ മക്കൾ ദുനിയാവിന്റെ പുറത്ത് തമ്മിലടിക്കുന്നു. എത്ര വലിയ പ്രയാസ. ഞാനൊരു സ്ഥലത്ത് അനുഭവിച്ചതാണ്. അതായത് വലിയ സമ്പന്നനായ വാപ്പ മരണപ്പെട്ടു.
വലിയ സമ്പന്നനായ വാപ്പ മരണപ്പെട്ടു. 2 നല്ല മക്കളുണ്ട്. വാപ്പാൻ്റെ ഒരു ചടങ്ങും നടത്തിയില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, വാപ്പ എന്നോട് നീതി ചെയ്തില്ല എന്നൊരു മോൻ പറഞ്ഞു. മറ്റേ മോൻ പറഞ്ഞു, എന്നെക്കാ കൂടുതൽ അയാൾക്കാ കൊടുത്തെന്ന് പറഞ്ഞു. അതുകൊണ്ട് വാപ്പാടെ കാര്യം അവൻ നടത്തിക്കോട്ടെ, എങ്ങനെയാ പറയാം, മക്കളെ അവസ്ഥയാണല്ലോ. വാപ്പ കൂടുതൽ കൊടുത്ത അവനാണ്, അവൻ നടത്തിക്കോട്ടെ, അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നും തന്നില്ലെങ്കിൽ പോലും വാപ്പയുടെ പേരിൽ മക്കൾക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? അവസാനം ചോദിച്ചു വന്നപ്പോഴോ വാപ്പ ഏക്കർ കണക്കിന് വസ്തു കൊടുത്തിട്ടുണ്ട്. ഈ അനിയനും ജ്യേഷ്ഠനും തമ്മിലുള്ള പ്രശ്നം ഒരു 6 സെന്റ് വസ്തുവിന്റെ പ്രശ്നമാണ്. അതിനാണ് ഇവർ പറയുന്നത്, വാപ്പാന്റെ പേര് ഞാൻ ദിക്റും ചെല്ലൂല സലാത്തും ചെല്ലൂല, കാരണം കൂടുതൽ കൊടുത്തത് അവനാണ്. അല്ലെങ്കിൽ എന്നോട് വാപ്പ നീതി ചെയ്തില്ല, അതുകൊണ്ട് വാപ്പാന്റെ പേര് ഞാൻ ചെയ്തില്ല. നമ്മൾ കബറിൽ കിടന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവും? നമ്മുടെ മക്കൾ ദുനിയാവിന്റെ പുറത്ത് ഇങ്ങനെ തമ്മിലടിക്കുക, അതിങ്ങനെ ആളുകൾ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക, പരസ്പരം തമ്മിലടിക്കുക, കേസ് കൊടുക്കുക, വഴക്കിന് പോവുക. ആർക്കാണ് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുക? അതുകൊണ്ട് ചിന്തിക്കാനാണ്. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അജലെത്തിയാൽ പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല. വയ്യാതെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടക്കുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാം, അങ്ങനൊന്നും ചിന്തിക്കണ്ട. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വസിയ്യത്തുകൾ നേരത്തെ തന്നെ തയ്യാറാക്കുക. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. നേരത്തെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ എളുപ്പം പറയാൻ വേണ്ടിയാണ്. മൃഗത്തിന് വെള്ളം എടുത്ത ഒരാൾക്കത് കൊടുക്കാൻ പറ്റില്ല. 2 പേര് വിലപേശിയിട്ട് ആ കച്ചവടം ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഒരു തുണി വിരിച്ചിട്ടു അത് മടക്കിയെടുക്കുന്നതിന് മുമ്പ്, സ്വന്തം മഹലിലേക്ക് മടങ്ങുന്നതിന് മുമ്പ്, പുറത്തു നിന്നൊരാൾ വീട്ടിലേക്ക് ഓടിക്കയറുന്നതിന് മുമ്പ് ഞൊടിയിട കൊണ്ട് അവസാനമുണ്ടാകും. ഖിയാമത്തും അങ്ങനെ, മരണവും അങ്ങനെ. ഇത് രണ്ടും നമ്മുടെ കൽബിലുണ്ടാകണം. വീണ്ടും ഖുർആൻ, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ആ സമയം അവർ ഖബറുകളിൽ നിന്നെഴുന്നേറ്റ് അവരുടെ റബ്ബിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുമെന്ന് ഖുർആൻ. യൻസിലൂൻ, കുതിച്ചുകൊണ്ടിരിക്കും. ഒരു ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പ്, ഒരു പോയിന്റിലേക്ക് കുതിക്കുന്നതിനാണ് യൻസിലൂൻ എന്ന് പ്രയോഗിക്കുക. കാഹളം ഊതപ്പെടുന്ന നേരത്ത് അവരവരുടെ ഖബറുകളിൽ നിന്നെഴുന്നേറ്റ് റബ്ബിലേക്ക് കുതിക്കും, റബ്ബിലേക്ക് യാത്രയാകും, റബ്ബിലേക്ക് സഞ്ചരിക്കും. അപ്പൊ സൂറെന്ന കാഹളത്തിൽ ഊതാൻ വിധിക്കപ്പെട്ട മലക്ക് സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതുന്ന രംഗമാണ്. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. മഹാനായ ഇസ്രാഫീൽ 3 തവണയാണ് സൂറിലൂതുക. സൂറെന്ന കാഹളത്തിൽ 3 തവണ ഊതുമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ തവണ ഏതാണ്? ഒന്നാമത്തെ ഊതൽ ബഹുമാനപ്പെട്ടവർ ഊതുന്ന നേരം ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ ഫഖാലൽ ഇൻസാനു മാലഹാ. ഈ പ്രപഞ്ചം മുഴുവനും പ്രകമ്പനം കൊള്ളുന്ന സമയമാണ്. തവിട് പൊടിയായി പർവ്വതങ്ങൾ താഴെ വീണ്, ചെറിയ ഭൂകമ്പമല്ല, അതൊരു വല്ലാത്ത ഭൂകമ്പമാണ്. നക്ഷത്രങ്ങൾ അടർന്നു വീണ്, സൂര്യൻ ചുരുട്ടപ്പെട്ട്, ആകാശം ചുരുട്ടപ്പെട്ട്, സമുദ്രങ്ങൾ കത്തിക്കപ്പെട്ട്, ഖിയാമത്തിന്റെ വിഹ്വലതകൾ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും നേരത്തെ പറഞ്ഞില്ലേ, ഗോളങ്ങൾ, അതിൻ്റെ എല്ലാം ബാലൻസുകൾ നഷ്ടപ്പെട്ട് ഭൂമിയുടെ അകത്തുള്ളതിനെയൊക്കെ പുറത്തേക്ക് തള്ളപ്പെടുന്ന അവസ്ഥയിൽ എല്ലാം കുലുങ്ങി താറുമാറാകും രംഗം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ ഇങ്ങനെ ചോദിക്കുക, എന്താണ് റബ്ബേ ഇത്? എന്താണെന്നറിയാത്ത കുലുക്കം പിടിച്ചു കുലുക്കുന്ന രംഗം, അത് ഒന്നാമത്തെ പ്രകമ്പനത്തിലുള്ളതാണ്. ഖുർആൻ പറയുന്നു, വയൗമ യുൻഫഖു ഫിസ്സൂർ ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين. ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله.
ആ കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസമില്ലേ, ആ ദിവസം ഭൂമിയിലുള്ളവരെല്ലാം ഭയവിഹ്വലരായി പോകുമെന്ന് ഖുർആൻ. ഫഫസിഅ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, പേടികൊണ്ട് വിറച്ചു പോകുമെന്ന് ഖുർആൻ. അല്ലാഹു ഉദ്ദേശിച്ച ആളുകൾ ഒഴികെ ഇല്ല മൻഷാ അല്ലാഹ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു ഉദ്ദേശിച്ച ആളുകളൊക്കെ ഭയന്ന് വിറച്ചു പോകും. എന്നിട്ട് അവരൊക്കെയും വിനയാന്വിതരായി, ഈ ദുനിയാവിന്റെ മേളിൽ അഹങ്കാരം കാണിച്ചവരൊക്കെയും വിനയാന്വിതരായി വകുല്ലുൻ അതൗഹു ദാഖിരീൻ, അവരെല്ലാം വിനയാന്വിതരായി എൻ്റെ അരികിലേക്ക് വരും, അല്ലാഹുവിങ്കലേക്ക് പോകും. അതാണ് ഒന്നാമത്തെ ഊത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗങ്ങളും കുലുങ്ങും. കുലുങ്ങാത്ത ഒന്നുമില്ല. നക്ഷത്രങ്ങൾ അടർന്നു വീഴും. ആ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ പല ഭാഗങ്ങൾ, ഇദശ്ശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയിറത് വഇദൽ ഇശാറു ഉത്തിലത്, കുറേ ഭാഗങ്ങൾ അങ്ങനെ ഖിയാമത്തിന്റെ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം കുലുങ്ങും. രണ്ടാമത്തെ ഊതേതാണ്? രണ്ടാമത്തെ ഊത്ത് ഈ ഇടിപ്പടക്കങ്ങൾക്ക് പുറമെ രണ്ടാമത്തെ ഒരു ഊത്ത്. ആ ഊത്തിലാണ് ലോകത്തുള്ള സകലരും മരിച്ചു പോകുന്നത്. ആ രണ്ടാമത്തെ ഊത്തേതാണ്? വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 68. ആ സമയത്ത് അല്ലാഹു തആല വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്, ചലനമറ്റുപോകുമെന്ന് ഖുർആൻ. രണ്ടാമത്തെ ഊത്തിൽ ചലനമറ്റുപോകും. മൂന്നാമതൊരൂത്ത് കൂടി ഊതുമ്പോ എല്ലാവരും അവരവരുടെ കുഴിമാടങ്ങളിൽ നിന്നെഴുന്നേറ്റ് അല്ലാഹുവിന്റെ അരികിലേക്ക് ചെല്ലും. ലോകത്തുള്ള സകലരും ഒന്നാമത്തെ ഊത്തിൽ മൊത്തം കുലുങ്ങി. രണ്ടാമത്തെ ഊത്തിൽ ലോകത്തുള്ള സകല ജീവനുള്ളതിന്റെയും ജീവൻ നിലച്ചുപോയി. എല്ലാത്തിന്റെ ജീവനും നിലച്ചുപോകും. അല്ലാഹു അല്ലാത്തതൊഴികെ, അല്ലാഹു അല്ലാത്തതൊഴികെ എല്ലാത്തിന്റെ ജീവനും പോകുമെന്ന് ഖുർആൻ. അതെ, ഒന്നും ഇവിടെ ബാക്കിയാവുകയില്ല. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം കാഹളത്തിൽ ഊതുന്ന രംഗം. അങ്ങനെ ഊതിയതിനു ശേഷം ഭൂകമ്പമുണ്ടായി. ഭൂമിയുടെ അവസ്ഥ എല്ലാം തട്ടി നിരപ്പായി ഒരൊറ്റ ലാൻഡായി മാറി. കെട്ടിടങ്ങളില്ല, ഇവിടെ മരങ്ങളില്ല, ഇവിടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളില്ല. പ്രപഞ്ചം ഒരൊറ്റ നിരന്ന ഭൂമിയാക്കി നിരത്തിക്കളഞ്ഞു. ഒന്നാമത്തെ ഊത്ത് കഴിയുമ്പോഴേക്കെല്ലാം നിരത്തിക്കളഞ്ഞു. അതിലെല്ലാവരും മരിക്കുന്നതാണ്. എല്ലാവരും മരിക്കും. ആകാശങ്ങളിലുള്ള മലക്കുകൾ, ജിന്നുകൾ, എല്ലാ ജീവനുള്ള വസ്തുക്കളും മരിക്കും. ആ കൂട്ടത്തിൽ വായിക്കുകയാണ്, ആ ദിവസം വന്നു ചേരുന്ന നേരത്ത്, എല്ലാവരും മരിച്ചു വീഴുന്ന നേരത്ത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലും. ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ അസ്റായീൽ അവിടെ നിന്ന് പറയും, അല്ലാഹുവേ, സൂറെന്ന കാഹളമൂതപ്പെട്ടിട്ടിതാ എല്ലാം നിരപ്പായി, എല്ലാവരും വീണുപോയി, എല്ലാവരും കഴിഞ്ഞു എന്ന് മഹാനായ അസ്റായീൽ അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീന്റെ മുന്നിലങ്ങ് പറയുകയാണ്. ഉടനെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അസ്റായീൽ, അസ്റായീലേ, ആരാണ് ബാക്കിയുള്ളത്? അസ്റായീൽ, യാ മലക്കൽ മൗത്ത് മൻ ബഖിയ, ആരാണ് ബാക്കിയുള്ളത്? അസ്റായീൽ, ഓ മലക്കുൽ മൗത്തേ, ഇനി ആരാണ് ബാക്കിയുള്ളത്? വഹുവ അലമു, അല്ലാഹുവിനറിയാം. പക്ഷേ ചോദ്യം വരികയാണ്. ഉടനെ ഫയഖൂലു മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തിന്റെ മറുപടി വരുന്നു, സയ്യിദി വ മൗലായ, ഓ നേതാവായ രാജാവായ റബ്ബേ, ആരാണ് ബാക്കിയുള്ളതെന്നല്ലേ ചോദിച്ചത്? അന്ത അലമു, നിനക്കറിയാം. ബഖിയ ഇസ്രാഫീൽ വബഖിയ മീകാഈൽ വബഖിയ ജിബ്രീൽ വബഖിയ അബ്ദുകൽ ലഈഫുൽ മലക്കുൽ മൗത്ത്.
അല്ലാഹുവേ ഇസ്രാഫീല് ബാക്കിയുണ്ട്, മീകാഈൽ ബാക്കിയുണ്ട്, ജിബ്രീൽ ബാക്കിയുണ്ട്. അല്ലാഹുവേ അബ്ദുക്കൽ ലഈഫ് ദുർബലനായ മലക്കുൽ മൗത്തും ബാക്കിയുണ്ട്. അല്ലാഹ് വിറച്ചുകൊണ്ടാണ് റബ്ബിനോട് മറുപടി പറയുന്നത്. എല്ലാവരും പോയി റബ്ബേ, ഇനി ഉള്ളത് ഇവര് മാത്രമാണ്. ഇസ്രാഫീല് മാത്രമാണ്, മീകാഈൽ മാത്രമാണ്, ജിബ്രീൽ മാത്രമാണ്. ഉടനെ അല്ലാഹു തആല പറയും, ഓ മലക്കുൽ മൗത്ത്, ജിബ്രീലിന്റെ അടുക്കലേക്ക് നടന്നോ, ജിബ്രീലിന്റെ റൂഹ് പിടിച്ചോ. മഹാനായ അസ്റായീൽ ജിബ്രീലിന്റെ അടുക്കലേക്ക് എത്തുന്ന രംഗം കാണാം. ഫയജിദുഹു സാജിദൻ റാക്കിആ, ഈ പ്രപഞ്ചം വീണുപോയ വിഹ്വലതയിൽ സുജൂദിൽ വീണുപോയി ജിബ്രീൽ അലൈഹിസ്സലാം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം സുജൂദിലും സാജിദൻ റാക്കിഅൻ, റുകൂഇലും സുജൂദിലുമായി ഇങ്ങനെ തസ്ബീഹിലാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ അപ്പോഴാണ് പുറകിലൂടെ വരുന്നു അസ്റായീൽ അലൈഹിസ്സലാം. സലാം പറയുന്നു, ജിബ്രീൽ നിങ്ങളുടെ റൂഹെടുക്കാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് ജിബ്രീൽ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി വരികയാണ്, അല്ലാഹ് പടച്ചവനെ, എന്റെ റൂഹെടുക്കാനുള്ള സമയമായോ, ഞാൻ അശ്രദ്ധനായി പോയല്ലോ, ഞാൻ അശ്രദ്ധനായി പോയല്ലോ. അല്ലാഹുവേ, ഞാൻ അശ്രദ്ധനായി പോയല്ലോ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയും. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹെടുക്കാൻ അയക്കുന്ന മലക്ക് അടുത്തേക്ക് ചെല്ലുന്ന നേരത്ത് ജിബ്രീലിന്റെ ഒരു ദുആയുണ്ട്. ആരാണ് ജിബ്രീൽ? ജിബ്രീലിന്റെ ചിറകിന്റെ കീഴിലാണ് ഈ ആകാശഭൂമികൾ. അത്ര വിസ്താരമുള്ള ചിറകുകളുടെ ഉടമയാണ് ജിബ്രീൽ. സയ്യിദുനാ ആദം മുതൽ 1,24,000 നബിമാരെ കണ്ട ജിബ്രീൽ, പലർക്കും വേദമോദിക്കൊടുത്ത ജിബ്രീൽ, തൗറാത്തും ഇഞ്ചീലും സബൂറും അറിയുന്ന ജിബ്രീൽ. അല്ലമഹു ശദീദുൽ ഖുവാ, ജിബ്രീലിന്റെ കരുത്ത് ഖുർആൻ പറയുകയാണ്. കരുത്തനായ ജിബ്രീൽ, അല്ലാഹുവിന്റെ വിശ്വസ്തനായ മലക്കുൽ അമീൻ, റസൂലുൻ കരീം, മാന്യനായ ദൂതനായ ജിബ്രീൽ അസ്റായീലിനെ കാണുമ്പോ നൊമ്പരപ്പെടുകയാണ്, അല്ലാഹുവിലേക്ക് കൈനീട്ടുകയാണ്. അല്ലാഹ് യാ അല്ലാഹ് ഹൗവിൻ അലയ്യ സക്കറാത്തിൽ മൗത്ത്, ഹൗവിൻ അലയ്യ സക്കറാത്തിൽ മൗത്ത്, ഹൗവിൻ അലയ്യ സക്കറാത്തിൽ മൗത്ത്. എന്റെ മരണമൊന്ന് ലഘൂകരിച്ചു തരണേ അല്ലാ, എന്റെ മരണമൊന്ന് എളുപ്പത്തിലാക്കണേ അല്ലാ, എന്റെ മരണമൊന്ന് ലഘൂകരിച്ച് ലഘുവായ തരത്തിലാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മുമ്പില് കേഴുകയാണ് സയ്യിദുനാ ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അവിടുന്നതാ അല്ലാഹുവിന്റെ വിധിക്ക് കീഴടങ്ങുകയാണ്. അസ്റായീലിനെ കാണുന്ന മാത്രയിൽ, ആ രംഗത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ വരുന്ന മാത്രയിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഞാൻ തളർന്നുപോയി. അസ്റായീലിനെ കണ്ടിട്ട് തളർന്നുപോയി. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്ര വലിയ ജിബ്രീൽ മരണത്തിന്റെ സമയത്ത് ദ്വാരക്കുന്നത്, റബ്ബേ എൻ്റെ മരണമൊന്ന് ലഘൂകരിച്ചു തരണേ അല്ലാ. അസറിന് ശേഷമുള്ള ദുആക്ക് വെറുതെ കളയരുത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സലാമത്തൻ ഫിദ്ദീനി വആഫിയത്തൻ ഫിൽ ജസദ്, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് വസിഹത്തൻ ഫിൽ ജിസ്മി, ഇലാഹി ഇലാഹൻ അർസുഖനാ തൗബത്തൻ ഖബ്ലൽ മൗത്ത് വറാഹത്തൻ ഇൻദൽ മൗത്ത് വമഗ്ഫിറത്തൻ ബഅദൽ മൗത്ത് യാ സാമിഉ കുല്ല സൗത്തിൻ ഹൗവിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്. എപ്പോൾ ദ്വാരക്കും? യാ സാമിഉ കുല്ല സൗത്തിൻ ഹൗവിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്. അസറിന് ദ്വാരക്കും. ആരുടെ ദുആയത്? സയ്യിദുനാ ജിബ്രീൽ മരണത്തിന്റെ നേരത്ത് പറയുന്നതാണ്, റബ്ബേ എൻ്റെ റൂഹെടുക്കുമ്പോൾ ഒന്ന് ലഘൂകരിച്ചു തരണേ അല്ലാ. എൻ്റെ ശരീരം ഈ മരണത്തിന്റെ മാലാഖയോടെ കണ്ടതോടുകൂടി എൻ്റെ ശരീരം അല്ലാഹുവേ 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 കരഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പറയുക എന്നാണ്, എനിക്ക് മരണത്തിന്റെ വേദന ലഘൂകരിച്ചു തരണം അല്ലാ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഞാൻ എൻ്റെ ജോലിയും കർത്തവ്യങ്ങളുമെല്ലാം കൃത്യമായി
കൃത്യമായി ചെയ്തിട്ടുണ്ട് റബ്ബേ. ഉടനെ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ റൂഹ് എടുക്കുന്നത്, ജിബ്രീലിനെ ഒന്ന് കെട്ടിപ്പിടിക്കും അസ്റായീൽ. അതോടെ ജിബ്രീലിന്റെ റൂഹ് വിട്ടു പിരിഞ്ഞുപോയി. ശക്തനായ ജിബ്രീലിനെ ഒന്ന് ചേർത്ത് പുണരുന്നതോടെ, ആലിംഗനം ചെയ്യുന്നതോടെ ജിബ്രീലിന്റെ റൂഹ് പോയി. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അസ്റായീൽ തിരിച്ചു വരികയാണ്. അല്ലാഹുവേ, ജിബ്രീലിന്റെ റൂഹിദാ. ഉടനെ ചോദ്യം, മൻ ബഖിയ യാ മലക്കൽ മൗത്ത്, ഇനി ആരാണ് ബാക്കിയുള്ളത്? അസ്റായീലേ, ഇനി ആരാണ് ബാക്കിയുള്ളത്? ഉടനെ മറുപടി പറയും, വഹുവ അഅലമു ഫയഖൂലു മൗലായ വസയ്യിദീ ബഖിയ മീകാഈൽ വ ഇസ്റാഫീൽ. മീകാഈലുണ്ട്, ഇസ്റാഫീലുണ്ട്. ഉടനെ പറയും, മീകാഈലിന്റെ റൂഹ് പിടിച്ചോ. ഈ ഭൂമി ലോകത്ത് മഴ പെയ്ത കാലമത്രയും, ഇടിവെട്ടിയ കാലമത്രയും, മിന്നറിഞ്ഞ കാലമത്രയും, അതെല്ലാം കൊണ്ട് നിയോഗിക്കപ്പെട്ട മലക്ക്, വെള്ളം കൊണ്ട് നിയോഗിക്കപ്പെട്ട ശക്തനായ മലക്ക്, ആ മലക്കാണ് സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാം. അവരുടെ അടുക്കൽ ചെന്ന് റൂഹ് പിടിക്കൂ, അവരുടെ അടുക്കൽ ചെന്ന് റൂഹ് പിടിക്കൂ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തവും കൊണ്ട് സയ്യിദുനാ മീകാഈലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മീകാഈൽ അപ്പോൾ പരിതപിക്കുന്നുണ്ട്, ഇനി ഭൂമിയിൽ ആർക്കും വെള്ളം വേണ്ട, ആർക്കും ഭക്ഷണം വേണ്ട, ആർക്കും ഒരു പുല്ല് പോലും ആവശ്യമില്ല, എല്ലാം ഒടുങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഞാൻ അശ്രദ്ധനായിപ്പോയല്ലോ, ഒരു ഭക്ഷണവും ശേഷിക്കുന്നില്ല, ഒരാളുടെയും അധികാരങ്ങളില്ല, എല്ലാവരും രാജാക്കന്മാരും പ്രജകളും വീണുപോയി. അതെ, എൻ്റെ റൂഹ് പിടിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ ഫബക്കാ മീകാഈൽ, മീകാഈൽ കരയുമെന്നാണ്. അല്ലാഹ് ഹൗവിൻ അലയ്യ സക്കറാത്തിൽ മൗത്ത്, എൻ്റെ മരണമൊന്ന് ലഘൂകരിച്ചു തരണേ അല്ലാ എന്ന് സയ്യിദുനാ മീകാഈൽ കരയും. അപ്പോഴോ അങ്ങനെ അല്ലാഹുവിനോട് അപേക്ഷിക്കുന്ന നേരത്ത് മഹാനായ അസ്റായീൽ എന്നവർ മീകാഈലിനെ പിടികൂടുകയാണ്, അവരെയും ഒന്നാലിംഗനം ചെയ്യും. ആ സമയത്ത് മീകാഈൽ അലൈഹിസ്സലാം അതേ മരണപ്പെട്ടുകൊണ്ട് താഴേക്കു പതിക്കും. മീകാഈലും കഴിഞ്ഞു, വീണ്ടും റബ്ബിന്റെ മുമ്പിൽ വന്നു. മൻ ബഖിയ യാ മലക്കൽ മൗത്ത്, ഇനി ആര് ബാക്കിയുണ്ട്? ഇസ്റാഫീൽ ബാക്കിയുണ്ട്. കാഹളമോതിയിട്ട് ബാക്കി നിൽക്കുന്നത് ഇസ്റാഫീലാണ്. അവിടൊക്കെ അസ്റായീലിന്റെ വർത്തമാനം കാണാം. പിന്നെയുള്ളത് വബഖിയ അബ്ദുകൽ ലഈഫ്, നിന്റെ ദുർബലനായ അടിമയായ മലക്കുൽ മൗത്തേ ബാക്കിയുള്ളൂ റബ്ബേ. ഉടനെ പറയും, പിടിച്ചോ ഇസ്റാഫീലിനെ, ചെന്നിട്ട് അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചോ. ഏറ്റവും ശക്തനായ മലക്കുകളിൽപ്പെട്ടയാളാണ് സയ്യിദുനാ ഇസ്റാഫീൽ. അവരുടെ കരുത്ത് വലുതാണ്. അവരുടെ അടുക്കലേക്ക് ചെല്ലുന്ന നേരത്ത് നിങ്ങളുടെ റൂഹെടുക്കാനാണ് വന്നതെന്ന് പറയുമ്പോ അവിടുന്ന് പറയുമെന്നാണ്. അല്ലാഹ്, ദുനിയാവിൽ ഇനി ഒരാളും ശേഷിക്കുന്നില്ല, ഒന്നും ബാക്കിയില്ല. എല്ലാം പറഞ്ഞതിനു ശേഷം അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തി പറയുമെന്നാണ്. നീ ഏകനാണ്, നിന്റെ മഹത്വം എത്ര വലുതാണ്, നീയാണ് മഹത്വമുടയവൻ, എല്ലാവരും മരണത്തിന് കീഴ്പ്പെടും, നീയാണ് ബാക്കിയാകുന്നവൻ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇസ്റാഫീലും ദുആ ചെയ്യുകയാണ്, എന്റെ മരണത്തിന്റെ കൈപ്പൊന്ന് കുറച്ചു തരണേ അല്ലാ, എന്റെ റൂഹെടുക്കുമ്പോ എന്നോടൊന്ന് കരുണ ചെയ്യണേ അല്ലാ. അതേ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ഇസ്റാഫീലിന്റെ റൂഹെടുക്കുന്ന രംഗം. ഇസ്റാഫീലിന്റെ റൂഹെടുക്കുന്ന ഉടനെ ഇസ്റാഫീൽ താഴേക്ക് പതിക്കുകയാണ്.
മഹാന്മാരായ മുൻഗാമികൾ എഴുതുകയാണ്, സ്വർഗത്തിലെയും ഭൂമിയിലെയും എല്ലാ ആളുകളും വന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രാഫീൽ വന്ന് താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടിട്ട് അതിന്റെ തീവ്രത കൊണ്ട് അവരെല്ലാം മരിച്ചു പോകുമായിരുന്നു. അത്ര തീവ്രമായിട്ടാണ് ഇസ്രാഫീൽ താഴേക്ക് വീഴുന്നത്. എന്റെ മരണമൊന്ന് കാരുണ്യം ചെയ്ത് ലഘൂകരിച്ചു തരണേ റബ്ബേ എന്ന് ദ്വാരക്കുന്ന സയ്യിദുനാ ഇസ്രാഫീൽ. അവിടുത്തെ റൂഹെടുക്കുമ്പോൾ അവിടുത്തെ ശരീരം വന്ന് വീഴുന്ന ആഘാതമാണ്. അവിടുത്തെ ദേഹം നിലംപതിക്കുന്ന ആ ഒരു ശബ്ദം ഭൂമിയിലോ സ്വർഗത്തിലോ ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടായെങ്കിൽ ആ ഒരൊറ്റ ശബ്ദം കൊണ്ടവരെല്ലാവരും മരിച്ചു വീഴുമായിരുന്നു എന്നാണ്. ഇസ്രാഫീലും കഴിഞ്ഞിട്ട് വീണ്ടും റബ്ബിന്റെ മുമ്പിൽ അസ്റായീലെത്തും. ഭൂമിയിൽ ആരും ബാക്കിയില്ല. ആരാണ് ബാക്കിയുള്ളത് എന്ന് അല്ലാഹു തആല ചോദിക്കും. ആരാണിനി ബാക്കിയുള്ളത്? ഉടനെ അസ്റായീൽ പറയും, അല്ലാഹുവേ, സയ്യിദി വ മൗലായ അബ്ദുക്കൽ ലഈഫ് മലക്കുൽ മൗത്തായ ഞാൻ മാത്രമാണ് റബ്ബേ ബാക്കിയുള്ളത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീനിനോട് മറുപടി പറയും. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം വാഴ്ത്തിപ്പറയും. പടച്ചവനെ, ഞാനാണ് ബാക്കിയുള്ളതെന്ന് പറയും. ഉടനെ അല്ലാഹു തആല പറയും, ഇത്രയും കാലം ഈ ഭൂമി ലോകത്തെ എല്ലാ ജീവനും നിങ്ങളെടുത്തതല്ലേ, നിങ്ങളുടെ ജീവനും ഞാൻ എടുക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയുമെന്നല്ലേ, നിങ്ങളും മരിക്കാൻ പോവുകയാണ്. അസ്റായീൽ, നിങ്ങളുടെ റൂഹും ഞാൻ എടുക്കുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. അതാ അസ്റായീൽ അല്ലാഹുവിന്റെ മുമ്പിൽ ദുർബലനായ ഒരടിമ നിൽക്കുന്നത് പോലെ നിൽക്കും. നിങ്ങൾക്കും മരണത്തിന്റെ രുചി അറിയാൻ പോകുന്നു അസ്റായീൽ. ഒരവസരം തരാം, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലേക്ക് പൊയ്ക്കോ, എന്നിട്ട് സ്വന്തമായി റൂഹെടുത്തോ. ഇനി ആരുമില്ല റൂഹ് പിടിക്കാൻ. നിങ്ങൾക്കൊരവസരം തരികയാണ്. നിങ്ങൾ നല്ല ഉത്തരവാദിത്തമുള്ള മലക്കാണ്. ഒരു രാജാവിനെ പിടിച്ചപ്പോഴും കൈവറച്ചിട്ടില്ല, ഒരു മന്ത്രിയെ കൊണ്ടുപോകാനും അറപ്പ് തോന്നിയിട്ടില്ല. ഞാൻ ഏൽപ്പിച്ച കൈകാര്യത്തിൽ ഒരു ചെറിയ വീഴ്ച പോലും നിങ്ങൾ വരുത്തിയിട്ടില്ല. നിങ്ങൾ പൊയ്ക്കോ, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് പോയി നിന്നോ, സ്വന്തം റൂഹെടുത്തോ. അസ്റായീൽ അലൈഹിസ്സലാം സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അടുക്കലേക്ക് പോകും. അതിന്റെ ഇടയിലുള്ള സ്ഥലത്തു ചെന്ന് നിൽക്കും. അല്ലാ, നീ എന്നോട് എന്റെ റൂഹെടുക്കാൻ പറയുന്നുണ്ടല്ലോ റബ്ബേ, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. പടച്ചവനെ, റൂഹ് പിടിക്കുന്നതിന് ഇത്രയേറെ വേദന ഉണ്ടായിരുന്നുവെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ അടിമകളോട് ഇനിയും കാരുണ്യം ചെയ്യുമായിരുന്നല്ലോ. എനിക്ക് റൂഹെടുക്കാനാകുന്നില്ല റബ്ബേ, എന്റെ ജീവൻ ഒടുക്കാനാകുന്നില്ല റബ്ബേ എന്ന് കരയും അസ്റായീൽ. ആ അസ്റായീലിന്റെ റൂഹ് അല്ലാഹു എടുക്കുന്നതാണ്. ആ നേരത്ത് അസ്റായീലിന്റെ ആ കരച്ചിൽ റൂഹെടുക്കാൻ ശ്രമിച്ചിട്ട് എടുക്കാൻ കഴിയാതെ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാം നിലവിളിക്കുന്ന നിലവിളി, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ടുള്ള ആ നിലവിളി കേൾക്കുന്ന നേരത്ത് ദുനിയാവിൽ ഏതെങ്കിലും ഒരു ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ, സ്വർഗത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടായിരുന്നെങ്കിൽ, ജീവനുള്ള ഏതെങ്കിലും ഒന്ന് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അസ്റായീലിന്റെ നിലവിളി കേട്ടവരും മരിച്ചു പോകുമായിരുന്നു. അത്ര തീവ്രമായി നിലവിളിക്കും അസ്റായീൽ അലൈഹിസ്സലാം. എനിക്കെടുക്കാൻ പറ്റുന്നില്ല റബ്ബേ, എൻ്റെ റൂഹ് ഇത്ര വേദനയായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ നിന്റെ അടിമകളോട് കരുണ ചെയ്യുമായിരുന്നല്ലോ. മഹാനായ അസ്റായീൽ അല്ലാഹുവിനോട് പറയും, എന്നോട് കരുണ ചെയ്യണം. അസ്റായീലിന്റെ റൂഹ്, ആ കരച്ചില് ജീവനുള്ള ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ആ കരച്ചിലിന്റെ ശക്തി കൊണ്ട് അവരും മരിച്ചു പോകുമായിരുന്നു. അത്ര ദയനീയമായ തേങ്ങിയുള്ള കരച്ചിൽ അസ്റായീലിന്റെ മരണം. സയ്യിദുന അസ്റായീലിന്റെ റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുക്കും. എന്നിട്ട് റബ്ബൊരു നൃത്തം നിൽക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇനി അസ്റായീലില്ല,
ഇനി ആര് ബാക്കിയുണ്ടെന്നൊരു ചോദ്യം വരും. ഇനി ആരാണ് ബാക്കിയുള്ളത്? ഒരു ചോദ്യമാണ്. ഇനി ആര് ബാക്കിയുണ്ട്? മറുപടി പറയാൻ ആരുമില്ല. അസ്റായീലില്ല. എല്ലാവരും മരിച്ചുപോയി. ജിബ്രീലും വിട പറഞ്ഞുപോയി. ഒരാളും ബാക്കിയില്ല. മുഴുവനും ഒടുങ്ങിപ്പോയി. ഉടനെ അല്ലാഹു തആല ചോദിക്കുകയാണ്. ദുനിയാവിനോടൊരു വിളിയാണ്. ദുനിയാവിനോട് ചോദിക്കുകയാണ്, ഓ ദുനിയാവേ, യാ ദുനിയാ ഐന അൻഹാറുക ഐന അഷ്ജാറുക. എവിടെയാണ് ദുനിയാവേ നിന്റെ ഒഴുകുന്ന അരുവികളും നദികളും? എവിടെയാണ് നിന്റെ മരങ്ങളും? എവിടെയാണ് നിന്റെ പർവ്വതങ്ങളും? എവിടെയാണ് ഐനൽ മുലൂക്ക്? എവിടെയാണ് രാജാക്കന്മാർ? ഐനൽ ജബാബിറാത്ത്? എവിടെയാടോ ഭൂമി വിറപ്പിച്ചവർ? എവിടെയാടോ ധിക്കാരികൾ? എവിടെയാടോ തെമ്മാടികൾ? എവിടെയാടോ സമ്പത്ത് കിട്ടിയപ്പോൾ റബ്ബിനെ മറന്നുപോയവർ? എവിടെയാടോ അള്ളാഹുവിനെ മറന്നു ജീവിച്ചവർ? എവിടെയാണ്? ആരാണെന്ന് ചോദിക്കാനുള്ളത്. ലിമനിൽ മുൽക്കുൽ യൗം. ആരാണ്? എവിടെയാണ് അധികാരമുള്ളവർ? എവിടെയാണ് ലോകത്തെ സകല സ്വേച്ഛാധിപതികളെയും സകല എല്ലാ നെറുകേടുകൾ കാണിച്ചവനെയും പിടിച്ചു നിർത്തി വിചാരണ ചെയ്യുന്നൊരു ദിവസം വരും. ആ ദിവസത്തിന്റെ ഉടമ മാലിക് യൗമിദ്ദീൻ, അല്ലാഹു ആകുന്ന രക്ഷിതാവിന്റെ വർത്തമാനം. ദുനിയാവിൽ എത്രയാള് ജീവിച്ചിരുന്നു? എവിടെടോ സമ്പന്നർ? എവിടെടോ രാജാക്കന്മാര്? എവിടെ നിന്റെ സീനത്തുകൾ? എവിടെ നിന്റെ സ്വർണങ്ങൾ? എവിടെ നിന്റെ പർവ്വതങ്ങൾ? അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ചോദിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം നമുക്ക് കരുണ ചെയ്യുമാറാകട്ടെ. ആ സമയം എല്ലാവരും ഖബറിൽ മൂന്നാമത്തെ ഊത്ത്. പിന്നീട് ഇവർക്ക് എല്ലാവർക്കും ജീവൻ കൊടുക്കും. ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റൂഹ് തിരിച്ചു കൊടുക്കും. രണ്ടാമത് മീകാഈലിനും ഇസ്രാഫീലിനും അസ്റായീലിനും റൂഹ് കൊടുക്കും. പിന്നീട് എല്ലാവർക്കും റൂഹ് തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് ഇവരെല്ലാവരും എൻസിലൂൻ, ഒരു പോയിന്റിലേക്ക് യാത്ര ചെയ്യുന്നത് പോലെ. ആയത്തല്ലേ ഓതിയത്? വനുഫിഖ ഫിസ്സൂരി. നാളെ ഇതൊക്കെ ഓതുമ്പോൾ ഓർമ്മ വരണം. വനുഫിഖ ഫിസ്സൂരി, കാഹളം മുഴങ്ങാന്ന് പറഞ്ഞാൽ വെറൊരു മുഴക്കല്ല, ഒറ്റ മുഴക്കത്തിലെല്ലാം കഴിയല്ല. ജിബ്രീലിന്റെ മരണം, മീകാഈലിന്റെ മരണം, ഇസ്രാഫീലിന്റെ മരണം, അസ്റായീലിന്റെ മരണം അലൈഹിസ്സലാം, ഇതൊക്കെ നമ്മുടെ ഖൽബിൽ വേണം. അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലും. എല്ലാവരും അവരവരുടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മുഖത്തോട് മുഖം നോക്കി. ഇതേതാ ദിവസം? ഇതേതാ ദിവസം? ഇതേതാ ദിവസം? അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഓടും. ആ ഓടുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിദൂൻ. ഒരു പോയിന്റിലേക്ക് ധൃതിപ്പെട്ടു പോകുന്നവരെ പോലെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാം ഓടുകയാണ്. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല ദാലികൽ യൗമുൽ ലദീ കാനൂ യൂഅദൂൻ. എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതാണ് ആ പറഞ്ഞ ദിവസം. അപ്പോഴോ അല്ലാഹുവിനെ ഇഷ്ടപ്പെടാതെ റബ്ബിന്റെ ദീനിൽ ജീവിക്കാതെ ദുനിയാവ് കൊണ്ട് കളിച്ചവരൊക്കെയും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അപമാനിതരായി ഞങ്ങൾ റബ്ബിന്റെ മുമ്പിൽ എത്താൻ പോവാണല്ലോ എന്നുള്ള അപമാനം സഹിക്കവയ്യാതെ ഇങ്ങനെ താഴ്ന്ന് കണ്ണുകൾ താഴ്ത്തി ഇങ്ങനെ നടക്കും. എല്ലാവരും റബ്ബിലേക്ക് യാത്ര ചെയ്യും. എൻസിലൂൻ, ഓടിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഓടും. എല്ലാ അധികാരിയും എല്ലാ അധികാരിയും എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്തവൻ ആദം മുതൽ അവസാനം വരെയുള്ള സകലവനും അവരവരുടെ ഖബറുകളിൽ നിന്നെഴുന്നേറ്റ് അല്ലാഹുവിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അമ്പിയാക്കൾ അവിടെ രാജകീയമായി സമ്മേളിക്കപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ ആനയിച്ചു കൊണ്ടുപോകും. ബാക്കി എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മുഖത്തോട് മുഖം നോക്കി അല്ലാഹുവിലേക്ക് ഓടും. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഖാലു യാ വൈലന എന്ന് തുടങ്ങുന്ന ഭാഗം നല്ല യാസീനിലെ വളരെ ഹൃദയസ്പൃക്കായ ഭാഗങ്ങളാണ്. നാളെയും മറ്റന്നാളും ഒക്കെ പറയാനുള്ളത്. അള്ളാഹു നമുക്കൊക്കെയും നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. യാസീൻ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഹൃദയം നന്നാക്കി തരുമാറാകട്ടെ. രോഗങ്ങളെ ശിഫയാക്കി തരുമാറാകട്ടെ. മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. ജീവിതം ബറക്കത്തിലാക്കി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള റഹ്മത്തും അള്ളാഹു നൽകുമാറാകട്ടെ. മഹാന്മാരായ മലക്കുകൾ പോലും വിറച്ചു പോകുന്ന മരണം
മരണം. അള്ളാഹു അതിനെ അഭിമുഖീകരിക്കുന്ന സമയം നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവരെ കാണുമ്പോൾ പേടി കൊണ്ട് കെലിമ മറന്നു പോകാതെ ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മരണസമയം അള്ളാഹു ലഘൂകരിച്ചു നൽകുമാറാകട്ടെ. അള്ളാഹു എളുപ്പം നൽകുമാറാകട്ടെ. അതുവരെ ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, വസീയത്ത് ചെയ്തവരൊക്കെയുണ്ട്. അള്ളാഹു എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ അകറ്റി നൽകുമാറാകട്ടെ. وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.